എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള, നമുക്ക് എന്നും ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് ചെയ്യണമെന്ന് തവണ നിർബന്ധം പിടിക്കരുത്. നിങ്ങളൊരിക്കലും നിർബന്ധം പിടിക്കരുത്. മറിച്ച് ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ തെളിയിക്കും. മുനമ്പം സമരവേദിയിൽ ബി.ജെ.പിയെ പരോക്ഷമായി പിന്തുണച്ച് മാർ റാഫേൽ തട്ടിൽ. പരിചയമുള്ള പാർട്ടികളിൽ നിന്ന് മാറി വോട്ട് ചെയ്യാൻ അറിയാമെന്ന് തെളിയിക്കണം. കണക്കു ചോദിക്കാൻ വിവേകമുള്ളവർ ക്രൈസ്തവർ. മുനമ്പം സമരം ഏറ്റെടുത്ത് കത്തോലിക്ക സഭ. വഖഫ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് സമരഭൂമിയിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. മന്ത്രി പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ വസ്ത്രം ഞാൻ ഊരിമാറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ നിൽക്കുന്ന ആശയങ്ങൾ മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ? കത്തോലിക്ക പള്ളികളിൽ നാളെ ഐക്യദാർഢ്യ റാലി. വഖഫ് ബോർഡിനെതിരായ പരാമർശത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി കോൺഗ്രസ്. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ DGP ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. ഫോൺ ഹാക്ക് ചെയ്തില്ലെന്ന് റിപ്പോർട്ട്. ഗോപാലകൃഷ്ണൻ IAS ചീഫ് സെക്രട്ടറി വിശദീകരണം തേടും. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക് മനോരോഗിയെന്ന N പ്രശാന്ത്. പ്രതികരണം ഫേസ്ബുക്കിൽ. മേപ്പാടിയിൽ 2 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. പുഴുവരിച്ച ഭക്ഷ്യക്കിറ്റിലെ സോയാബീൻ കഴിച്ചിരുന്നതായി കുട്ടികൾ. കിറ്റ് വിതരണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനില്ലെന്ന് BD സതീശൻ. CPM നടപടിയിൽ PP ദിവ്യയ്ക്ക് അതൃപ്തി. തന്നെ കറിവേപ്പിലയാക്കി മറ്റ് നേതാക്കൾക്ക് ലഭിച്ച ആനുകൂല്യം തനിക്ക് ലഭിച്ചില്ല എന്നും PP ദിവ്യ ന്യൂസ് 18നോട്. നീതികേട് കാണിച്ചിട്ടില്ലെന്ന് A വിജയരാഘവൻ. ദിവ്യക്കെതിരായ നടപടി CPM തട്ടിപ്പെന്ന് BD സതീശൻ. തഹസിൽദാരുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ. ആലപ്പുഴയിൽ ഗർഭിണി ഓടയിൽ വീണു. അപകട കാരണം സ്ലാബ് ഇടാതിരുന്നത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ. റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് മന്ത്രി. പെട്ടി വിവാദത്തിൽ NN കൃഷ്ണദാസനെ തള്ളി MP ഗോവിന്ദൻ. സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പറയുന്ന നീല ബാഗും കറുത്ത ബാഗും ഉൾപ്പെടെയുള്ള ബാഗ് കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം, ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യവും ചർച്ച ചെയ്യും. CPM-ലെ ഭിന്നത ആയുധമാക്കി UDF. രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി CPM-ലെ ഒരു വിഭാഗം ഒരുക്കിയ നാടകമെന്ന് B മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്നത് BJP കോൺഗ്രസ് ഡീലെന്ന് മുഖ്യമന്ത്രി. BJP ഉള്ളിടത്തോളം കാലം മതന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കിട്ടില്ലെന്ന് അമിത്ഷാ. മഹാരാഷ്ട്രയിൽ പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ വിശ്വസ്തരുടെ വീടുകളിൽ റെയ്ഡ്. പാകിസ്ഥാനിലെ ക്വറ്റ റെയിൽവേ സ്റ്റേഷനിൽ ചാവേർ ആക്രമണം. 24 പേർ മരിച്ചു, നിരവധി പേർക്ക് പരുക്ക്. ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. കത്തോലിക്ക വിശ്വാസികൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പരോക്ഷമായി ആഹ്വാനം ചെയ്ത് സിറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മുനമ്പം സമരവേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓർക്കേണ്ടത്, ഓർത്തു കണക്ക് ചോദിക്കാൻ വിവേകവും ബുദ്ധിയുമുള്ള ജനതയാണ് ക്രൈസ്തവർ. എന്നും വോട്ട് ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് വോട്ട് ചെയ്യണമെന്ന ഇക്കുറി നിർബന്ധം പിടിക്കരുത്. മറിച്ച് ചെയ്യാനറിയാമെന്ന് തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ നമ്മുടെ ഒരു വലിയൊരു പ്രത്യേകത, നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്ത് കണക്ക് ചോദിക്കാൻ വിവേകവും ബുദ്ധിയുമുള്ളൊരു ജനതയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനായിട്ട്
നിങ്ങളുടെ കയ്യിൽ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള നമുക്ക് എന്നും ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് ചെയ്യണമെന്ന് തവണ നിർബന്ധം പിടിക്കരുത്. നിങ്ങളൊരിക്കലും നിർബന്ധം പിടിക്കരുത്. മറിച്ച് ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ തെളിയിക്കണം. ടോം കുര്യാക്കോസ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ടോം, വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണിപ്പോൾ മാർ റാഫേൽ തട്ടിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഏറെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ. അത് ഒന്നിങ്ങനെയാണ്: എന്നും വോട്ട് ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഇക്കുറി നിർബന്ധം പിടിക്കരുത്, മറിച്ച് ചെയ്യാൻ തങ്ങൾക്കറിയാമെന്ന് തെളിയിക്കണമെന്നാണ് അദ്ദേഹം ആ സമരവേദിയിൽ വെച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പരോക്ഷമായി അദ്ദേഹം പലതും പറയാൻ ശ്രമിക്കുന്നു എന്ന് വേണമോ നമ്മൾ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ? ഏറ്റവും പ്രധാനമായി ടോം, നമുക്കറിയാം കാലങ്ങളായി പൊതുവെ UDF-നാണ് ക്രൈസ്തവ വോട്ടുകളൊക്കെ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും പ്രധാനമായി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു പരാമർശം അത് എത്രമാത്രം നിർണായകമാണ്? എങ്ങോട്ടാണ് ക്രൈസ്തവ വോട്ടുകൾ ഒഴുകുക? ഭവ്യ, സാധാരണഗതിയിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ വളരെ സൗമ്യമായി സംസാരിക്കുന്നൊരു മതമേലധ്യക്ഷനാണ്. പക്ഷേ ഇന്ന് മുനമ്പത്ത് അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ രൂക്ഷമായിരുന്നു. അദ്ദേഹം അതിരൂക്ഷമായിട്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ചും LDF-നും UDF-നും മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേകിച്ച് ഈ മുനമ്പം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടുകളിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ എതിർപ്പുണ്ട്, അമർഷമുണ്ട്. ഇവിടെ ഈ മുനമ്പം സമരത്തിൽ ഈ സമര സമിതിക്ക്, സമരക്കാർക്ക്, മുനമ്പം നിവാസികൾക്ക് പിന്തുണ അറിയിച്ച് ആകെ രംഗത്തെത്തിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. ഇത് ഈ BJP പിന്തുണ ഈ സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ ഒരു പരോക്ഷ സൂചന നൽകുന്നത്. അതായത് ഞങ്ങൾ വേണമെങ്കിൽ മാറ്റി വോട്ട് ചെയ്യും, ഓർക്കേണ്ടത് ഓർത്ത് തന്നെ കൃത്യമായും വോട്ട് ചെയ്യാൻ വിവേകവും ശേഷിയുമുള്ള ജനതയാണ് കേരളത്തിലെ ക്രൈസ്തവരെന്ന സന്ദേശം അദ്ദേഹം നൽകുന്നത്. ഇടത് വലത് മുന്നണികൾക്ക്, പ്രത്യേകിച്ചും UDF-നും LDF-നും നൽകുന്ന ഒരു താക്കീതാണ്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ടുകൾ UDF-ന് അനുകൂലമായി ചെയ്തു പോന്നിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF വിട്ട് LDF-ലേക്ക് എത്തുകയും പിന്നീട് ഉണ്ടായ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ പ്രതിഫലിച്ചതാണ്. കാരണം വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ തിരിച്ചെത്തുവാൻ അല്ലെങ്കിൽ അധികാര തുടർച്ചുണ്ടായതൊക്കെ ഈ ക്രൈസ്തവ വോട്ടുകൾ ഏറെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ചും ഈ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ, കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ അത് പ്രതിഫലിച്ചതാണ്. പക്ഷേ ഇത്തവണ മാർ റാഫേൽ തട്ടിൽ പറയുന്നത് ഞങ്ങൾ വേണമെങ്കിൽ മാറ്റി വോട്ട് ചെയ്യും, പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന UDF-നും ഇടത് മുന്നണിക്കും എതിരായി വോട്ട് ചെയ്യാം, അത് BJP-ക്ക് അനുകൂലമാകാം എന്നൊരു സന്ദേശം അദ്ദേഹം നൽകുമ്പോൾ സ്വാഭാവികമായും ഈ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് UDF-ന്റെ വോട്ട്. അത് അത്രയ്ക്കും വയനാട്ടിൽ അത്ര പ്രതിഫലിക്കാൻ സാധ്യതയില്ല. പക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 5000-ഓളം ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഈ 5000-ഓളം ക്രൈസ്തവ വോട്ടുകൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഏറെ നിർണായകം തന്നെയാണ്. അത് UDF-ന് വീഴുന്ന വോട്ടാണ്. അത് ഏതെങ്കിലും സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇത്തരം ആഹ്വാനം വന്നൊരു പശ്ചാത്തലത്തിൽ അത് BJP-ലേക്ക് പോയാൽ ഒരുപക്ഷെ പാലക്കാട് ചില അട്ടിമറികൾ പോലും സംഭവിക്കാമെന്ന വിലയിരുത്തലുകൾ പോലുമുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ മാർ റാഫേൽ തട്ടിലിന്റെ ഇന്നത്തെ ഈ പ്രസ്താവന ഏറെ ഗൗരവമായി കാണേണ്ടത്, ഗൗരവമായി ചർച്ച മറിച്ച് ചെയ്യാൻ അറിയാമെന്ന് തെളിയിക്കണമെന്ന് അതൊരു ആഹ്വാനമാണോ? ഒരു പക്ഷേ നമ്മളത് ഈ തരത്തിലെടുക്കണം. ഏറ്റവും പ്രധാനമായിട്ടും ഒരു പരസ്യ പ്രസ്താവന പൊതുവെ ഇത്തരത്തിൽ ആർച്ച് ബിഷപ്പുമാരുടെ ഭാഗത്തുനിന്ന്, മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് പൊതുവെ ഉണ്ടാവാറില്ല. അവിടെ ഒരു മാറ്റം വന്നിരിക്കുന്നു. ആ സമരവേദിയിൽ നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, മറിച്ച് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറിച്ച് ചെയ്യാൻ അറിയാമെന്ന് നമ്മൾ തെളിയിക്കണമെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ഈ പരസ്യ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്തായിരിക്കും ടോം? വ്യക്തമായൊരു ധാരണ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണമോ? ഭവ്യ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് മുറിവേറ്റ പല വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം വിഴിഞ്ഞം സംഭവം ഉൾപ്പെടെ, വിഴിഞ്ഞം സമരം ഉൾപ്പെടെ, പിന്നീട് ലവ് ജിഹാദ് വിഷയം, നർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആ ഒരു വിവാദ പരാമർശം നടത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF-ഉം LDF-ഉം
സഭയെ തള്ളിപ്പറയുന്ന, ക്രൈസ്തവ വിഭാഗത്തെ തള്ളിപ്പറയുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഇത് സഭയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ രണ്ട് വിഭാഗത്തോടും LDF-നോടും UDF-നോടും വലിയ കടുത്ത അമർഷമുണ്ട്. ഈ ലവ് ജിഹാദ് വിഷയത്തിലടക്കം സഭ ഉന്നയിക്കുന്ന നിലപാടുകൾ, സഭ ഉന്നയിക്കുന്ന ആശങ്കകൾ അത് കൃത്യമായും സഭയ്ക്കൊപ്പം നിൽക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് അനുകൂലമായി സഭ മാറി ചിന്തിക്കാം എന്നൊരു പ്രതീതിയൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അത് പ്രതിഫലിച്ചതാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ വോട്ട് വളരെ നിർണായകമായിരുന്നു. അത് BJP പോലും ആ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ BJP കഴിഞ്ഞ കുറെ കാലങ്ങളായി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി ആക്കിയതുപോലും ആ രീതിയിൽ ക്രൈസ്തവ പിന്തുണ ലക്ഷ്യമിട്ടാണ്. നേരത്തെ ഇതിനു മുൻപ് അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ള IAS ഉദ്യോഗസ്ഥരെ, ജേക്കബ് തോമസിനെ പോലുള്ള IPS ഉദ്യോഗസ്ഥരെയൊക്കെ ഒപ്പം കൊണ്ടുവന്ന് ക്രൈസ്തവ പിന്തുണ സ്വന്തം നേടാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതൊക്കെ പരാജയപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയും കേരളത്തിലെ വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതൊരു സൂചനയായിരുന്നു. അതായത് BJP സഭയ്ക്കൊപ്പമാണ്, സഭയെ BJPക്കൊപ്പം കൊണ്ടുവരാൻ കഴിയും, ക്രൈസ്തവ വോട്ടുകൾ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ ആണ് BJPയുടെ ഒരു കണക്കുകൂട്ടലും. പ്രത്യേകിച്ച് ഈ മുനമ്പം സംഭവം, മുനമ്പത്ത് ഈ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് BJP നേതാക്കൾ എത്തിയപ്പോൾ തന്നെ LDF-ഉം UDF-ഉം അപകടം മണക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് BJP കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന്. സഭയ്ക്കും അത്തരം ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം BJP രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് മുനമ്പത്ത് പിന്തുണയുമായി എത്തിയത്. പക്ഷേ അത്തരം ഒരു രാഷ്ട്രീയ അജണ്ട BJPക്ക് ഉണ്ടെങ്കിൽ പോലും മുനമ്പത്തെ വിഷയത്തിലടക്കം BJP പിന്തുണ നൽകുന്നത് അത് സഭയെ സംബന്ധിച്ച് ഈ ഒരു സമര പോരാട്ടത്തിന് ബലം നൽകുന്നതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് UDF ഈ മുനമ്പം വിഷയത്തിൽ മയപ്പെടുന്നു, സർക്കാർ മയപ്പെടുന്നു, അത് BJP മുനമ്പം സമര രംഗത്തേക്ക് വരുന്നത് തന്നെയാണ് ഇവിടെ ആശങ്കപ്പെടുന്ന കാര്യം. മാത്രമല്ല, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇത്തരമൊരു സൂചന ഇടതുമുന്നണിക്കും UDF-നും താക്കീത് നൽകുന്നത് സ്വാഭാവികമായും അത് ഏത് രീതിയിലായിരിക്കാം ഉപതെരഞ്ഞെടുപ്പിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ പ്രതിഫലിക്കുക എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇത് മാർ റാഫേൽ തട്ടിൽ LDF-നും UDF-നും നൽകിയ താക്കീതാണോ, ഒരു മുന്നറിയിപ്പാണെന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇനി എന്തായിരിക്കും ഏറ്റവും പ്രധാനമായി ടോം കുര്യാക്കോസ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ BJP-യുമായി അടുക്കുകയാണോ ക്രൈസ്തവ രാഷ്ട്രീയം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. എന്തായാലും വളരെ അതിനിർണായകമായ വാക്കുകളാണ്, പ്രസ്താവനയാണ്, പ്രസംഗമാണിന്ന് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് വാർത്തകളിലേക്ക്. മുനമ്പം സമരം ഏറ്റെടുത്ത സിറോ മലബാർ കത്തോലിക്ക സഭ. സമരക്കാർ ഒറ്റയ്ക്കല്ലെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. സമരത്തിന് ഏതതിർത്തി വരെ പോകേണ്ടി വന്നാലും സമരക്കാർക്കൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആക്രമമല്ല, ഗാന്ധിയൻ മാർഗത്തിലൂടെയാണ് പോരാട്ടം. മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. മുനമ്പം സമരത്തിനെതിരായ മന്ത്രി V. അബ്ദുറഹ്മാന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം. പരാമർശത്തിനെതിരെ രംഗത്തു വന്ന സമരസമിതി പിടിവാശിയുടെ പുറത്താണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ മിതത്വം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമരക്കാർക്ക് പിന്തുണയുമായി വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുസ്ലിം മതപണ്ഡിതരടക്കം സമരവേദിയിലെത്തി. അവിടെ ഏത് വിധേനയും അവിടുത്തെ കുട്ടികൾ, അവിടെ താമസിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പേരിൽ അവിടെ സർക്കാരിനെതിരായി നടക്കുന്ന പരാമർശങ്ങൾ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനൊരു വർഗീയത പുലർത്തുന്ന ഒരു വിഷയമായി കാണുന്നത് നമുക്ക് അംഗീകരിക്കാൻ. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇരകളെ മന്ത്രി അവഹേളിക്കുകയാണെന്ന് സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി പറഞ്ഞു. ഞങ്ങളിവിടെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മതേതരത്വത്തിന് കടക്കൽ കോടാലി വയ്ക്കപ്പെടുന്ന തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് തികച്ചും ആശങ്കാജനകമാണ്. മന്ത്രിയുടെ പരാമർശത്തെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിലും തള്ളി.
രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയല്ലാതെ സംസാരിക്കാൻ കഴിയില്ലെന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് ആ വിധത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് ഏതെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ തലയിൽ നൂരാൻ വേണ്ടി ശ്രമിക്കുന്നു മാത്രം ഉണ്ടാവും. കാരണം ഇവിടെ വേറെ ന്യൂനപക്ഷത്തിന്റെയോ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ന്യൂനപക്ഷമാണ്, ഇവിടെ ഉള്ളവർക്കെല്ലാം ന്യൂനപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളൊക്കെ നേടിത്തരേണ്ടത് ഗവൺമെന്റാണ്. ന്യൂനപക്ഷത്തിന് മാത്രമല്ല ഭൂരിപക്ഷത്തിന്റെ. സമരക്കാർക്ക് പിന്തുണയുമായി വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുസ്ലിം മതപണ്ഡിതരടക്കം ഇന്ന് സമരവേദിയിലെത്തി. മുനമ്പത്തെ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നുവെന്നും പ്രശ്നങ്ങൾ സർക്കാരുമായി നടക്കുന്ന ചർച്ചയിൽ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുൻ MLA അഹമ്മദ് കബീർ അടക്കമുള്ളവർ സമരവേദിയിൽ പറഞ്ഞു. കേരളത്തിന്റെ പാരമ്പര്യം നഷ്ടപ്പെടാതെ ഈ വിഷയം പരിഹരിക്കാൻ നമുക്ക് സാധ്യമാണ്. രണ്ടാമത്തേത്, സർക്കാർ ഒരു യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിൽ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾക്കനുസൃതമായും വഖഫ് നിയമത്തിനനുസൃതമായും ഈ വിഷയം പരിഹരിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മുനമ്പം വിഷയത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കത്തോലിക്ക സഭ. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെ എല്ലാ പള്ളികളിലും പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. സമരത്തിന് പിന്തുണ അറിയിച്ച് ഈ ദിവസങ്ങളിൽ സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ മുനമ്പത്തെത്തും. ന്യൂസ് 18 കൊച്ചി. ക്രൈസ്തവ പുരോഹിതർ വർഗീയത പറയുന്നുവെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ വിമർശനത്തിന് രൂക്ഷ ഭാഷയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മറുപടി. ലോഹ ഊരി മാറ്റി ഗദർ ഷർട്ടിട്ട് സമരപ്പന്തലിൽ നിന്ന് വന്നു നിൽക്കാനാകില്ല. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നുവെങ്കിൽ ഒറ്റുകാറാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വഖഫിലെ വിവാദ പ്രസ്താവനയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി. കമ്പളക്കാട് നടത്തിയ പ്രസംഗത്തിൽ വർഗീയ പരാമർശമുണ്ടെന്നാണ് പരാതി. കോൺഗ്രസ് നേതാവ് അനൂപ് VR ആണ് പരാതി നൽകിയത്. 4 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമെന്നും ആ കിരാതത്തെ ഒതുക്കിയിരിക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. മുനമ്പത്തേത് മണിപ്പൂരിന് സമാനമായ സ്ഥിതിയാണ്. മണിപ്പൂർ പൊക്കി നടന്നവരെ ഇപ്പോൾ കാണാനില്ല. മുനമ്പത്തെ 4 അക്ഷരത്തിൽ ഒതുങ്ങുന്ന കിരാതത്തെ ഒതുക്കും. വഖഫ് ബിൽ നടപ്പാക്കിയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മല്ലു ഹിന്ദു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിവാദത്തിൽ DGP ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. കെ ഗോപാലകൃഷ്ണന്റെ ഫോൺ ഹാക്ക് ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട്. കെ ഗോപാലകൃഷ്ണൻ IASനോട് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടും. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണന്റെ നടപടികൾ സംശയാസ്പദമാണെന്ന പരാമർശത്തോടെയുള്ള റിപ്പോർട്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ DGPക്ക് കൈമാറിയത്. ഇരു ഫോണുകളും ഫോർമാറ്റ് ചെയ്ത് നൽകിയ രീതിയിലാണ് കമ്മീഷണർ സംശയം പ്രകടിപ്പിച്ചത്. പോലീസിന് നൽകും മുൻപ് ഗോപാലകൃഷ്ണൻ ഫോണുകൾ ഫോർമാറ്റ് ചെയ്തു. 3-4 തവണ റീസെറ്റ് ചെയ്തു. അതിനാൽ ഫോറൻസിക് പരിശോധനയിൽ ഹാക്കിംഗ് നടന്നോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാനായില്ല. സ്വകാര്യ വിവരങ്ങൾ നീക്കം ചെയ്യുന്നുവെന്നറിയിച്ച ശേഷം ഫോർമാറ്റ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ ഉള്ളടക്കത്തോടെ DGP ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. ഫോൺ ഹാക്ക് ചെയ്തില്ലെന്ന റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറിയുടെ തുടർ നടപടികൾ ഉടനുണ്ടാകും. കെ ഗോപാലകൃഷ്ണൻ നാളെ തന്നെ വിശദീകരണം നൽകിയേക്കും. ഗോപാലകൃഷ്ണനെതിരെ നടപടിയുണ്ടാകുമോ എന്നതാണ് നിർണായകം. ഇതിനിടെ ഗോപാലകൃഷ്ണനെ സംശയനിഴലിൽ നിർത്തി N പ്രശാന്ത് IASഉം രംഗത്തെത്തി. സ്വയം കുസൃതി ഒപ്പിച്ച് പരാതിപ്പെടുന്ന പ്രവണത IASകാർക്കിടയിൽ കൂടി വരുന്നുവെന്നായിരുന്നു പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരുടെ ഓർമ്മശക്തി ആരോ ഹാക്ക് ചെയ്തതാണോ എന്ന സംശയമുണ്ടെന്നും പ്രശാന്തിന്റെ ഒളിയമ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകിനെതിരെ പരസ്യ അധിക്ഷേപം തുടർന്ന് പട്ടികജാതി വർഗ വകുപ്പ് സെക്രട്ടറിയായിരുന്ന N പ്രശാന്ത്. A ജയതിലക് IAS ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നാണ് N പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗി A ജയതിലകാണെന്ന ഫേസ്ബുക്ക് കമന്റിലെ അധിക്ഷേപത്തിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. N പ്രശാന്ത് ജോലിക്ക് ഹാജരാകാതെ വ്യാജ ഹാജർ രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ട് A ജയതിലക് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. മേപ്പാടിയിൽ പുഴുവരിച്ച കിറ്റുകൾ ലഭിച്ച കുടുംബങ്ങളിലെ 2 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. കുന്നംപറ്റയിലെ ഫ്ളാറ്റിലെ താമസക്കാരായ കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പഴകിയ കിറ്റ് വിതരണം ചെയ്തതിലും ഭക്ഷ്യവിഷബാധയിലും മേപ്പാടി പഞ്ചായത്തിനെതിരെ പ്രതിഷേധിച്ച CPM പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മേപ്പാടി പഞ്ചായത്തിന് കീഴിലുള്ള
EMS ഹാളിൽ നിന്ന് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് നിർത്താൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കിറ്റുകൾ വിതരണം ചെയ്യരുത്. ദുരിതബാധിതർക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്ക് ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ഗ്രാമപഞ്ചായത്ത് കൈമാറണം. പരിശോധനയ്ക്ക് ശേഷം ഭക്ഷ്യയോഗ്യമായവ മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നും കളക്ടർ നിർദ്ദേശിച്ചു. CPM കടുത്ത നടപടി സ്വീകരിച്ചതിൽ അതീവ ദുഃഖിതയാണ് PP ദിവ്യ. 20 വർഷം താൻ പ്രവർത്തിച്ച പാർട്ടി താൻ ജയിലിൽ കഴിയുമ്പോൾ കടുത്ത നടപടിയിലേക്ക് കടന്നത് ഉചിതമായില്ലെന്നാണ് ദിവ്യ പ്രതികരിച്ചത്. അതേസമയം മാധ്യമങ്ങളിൽ തന്റെ പ്രതികരണത്തെക്കുറിച്ച് വന്ന വാർത്ത പൂർണ്ണമായും തള്ളുകയാണ് ദിവ്യ. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുമെന്നും ദിവ്യ ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നു. എന്നാൽ പിന്നീട് പാർട്ടി നടപടിയിൽ അതൃപ്തിയുണ്ടെന്ന വാർത്ത നിഷേധിച്ച് ദിവ്യയിട്ട ആദ്യ പോസ്റ്റ് എഡിറ്റ് ചെയ്തു. കോന്നി തഹസിൽദാരുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. കൂടിയ ഉത്തരവാദിത്വങ്ങൾ വഹിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. കളക്ടറേറ്റിലേക്ക് മാറ്റി നൽകണമെന്ന് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടുവെന്നും മഞ്ജുഷ. BJP ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് മതസംവരണം ലഭിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധിക്കുള്ള മുന്നറിയിപ്പെന്ന നിലയിലാണ് ജാർഖണ്ഡിലെ പ്രചാരണ റാലിയിൽ അമിത്ഷാ ഇത് പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് 10% സംവരണം നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയാൽ പിന്നോക്കക്കാരുടെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെയും സംവരണമാകും കുറയുകയെന്നും ഇത് BJP അനുവദിക്കില്ലെന്നും അമിത്ഷാ. മഹാരാഷ്ട്രയിൽ BJP പ്രവർത്തകർക്ക് വമ്പൻ വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നല്ല വീടില്ലാതെ കുടിലിലോ താൽക്കാലിക ഷെഡിലോ കഴിയുന്നവരെ കണ്ടെത്താൻ അവരുടെ പേരും വിലാസവും തന്നെ അറിയിക്കണം. അവർക്ക് വീട് വെച്ച് നൽകുമെന്ന ഉറപ്പും നൽകണം. നിങ്ങളുടെ വാഗ്ദാനം താൻ നിറവേറ്റുമെന്നും പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ 1ാംഘട്ട വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കാനിരിക്കെ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വിശ്വസ്തരുടെ വീടുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ്. BJP തോൽവി ഉറപ്പിച്ചതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെ ഇറക്കുന്നതെന്നായിരുന്നു JMMന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം. ഏജൻസികൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നായിരുന്നു BJPയുടെ മറുപടി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 24 മരണം. ക്വറ്റ റെയിൽവേ സ്റ്റേഷനിലാണ് സ്ഫോടനം നടന്നത്. ഉത്തരവാദിത്ത നിരോധിത സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. രാവിലെയാണ് ബലൂചിസ്ഥാനിലെ കുറ്റ റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനമുണ്ടായത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7220, പവന് 57,760. 18 ക്യാരറ്റ് ഗ്രാമിന് 5,995, പവന് 47,960. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 9,900. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.